ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. തന്നെ ട്രെയിനിൽ വധിക്കാൻ ശ്രമിച്ച കേസിൽ കോടതിയിൽ തെളിവുകൾ ബോധ്യപ്പെടുത്താൻ പ്രോസിക്യൂഷന് സാധിച്ചിട്ടില്ലെന്ന് CPM നേതാവ് EP ജയരാജൻ. കുറ്റവാളികളുടെ ലക്ഷ്യം താനായിരുന്നില്ല, പിണറായി വിജയനായിരുന്നെന്നും ജയരാജൻ കണ്ണൂരിൽ പറഞ്ഞു. ഹൈക്കോടതി വിധിക്കെതിരെ സർക്കാർ സുപ്രീം കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്യണമെന്നും EP ജയരാജൻ ആവശ്യപ്പെട്ടു. കുറ്റവാളികൾ രക്ഷപ്പെടരുത്, കുറ്റവാളികളുടെ ലക്ഷ്യം താനായിരുന്നില്ല, പിണറായിയാണ് ലക്ഷ്യമിട്ടതെന്ന് EP ജയരാജൻ പറഞ്ഞു. തിരിച്ചു വരുമ്പോൾ ആ ട്രെയിനിൽ പിണറായിയും ഉണ്ടാകുമെന്ന് അവർ കരുതി കാണും. RSSന്റെ വാടക കൊലയാളികളെ സുധാകരനാണ് ഏർപ്പെടുത്തിയതെന്നും തനിക്ക് പ്രതികളെ അറിയില്ലെന്നും പ്രതികൾക്ക് തന്നോടൊരു വിരോധവുമില്ലെന്നും ലക്ഷ്യം പിണറായി ആയിരുന്നെന്നും സുധാകരനാണ് ഇത് പ്ലാൻ ചെയ്തതെന്നും ജയരാജൻ പറഞ്ഞു. എൻ്റെ ഭാഗം കോടതിയെ ബോധ്യപ്പെടുത്താൻ, തെളിവുകൾ ബോധ്യപ്പെടുത്താൻ ഞങ്ങളുടെ പ്രോസിക്യൂഷനും അതുപോലെ തന്നെ എനിക്ക് വേണ്ടി ഹാജരായിട്ടുള്ള വക്കീലിന് സാധിച്ചോ എന്നുള്ളത് പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. തീർച്ചയായും ഈ കേസ് കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം. എത്ര വർഷം കഴിഞ്ഞാലും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം. ആ ശിക്ഷ കുറ്റവാളികൾക്ക് നൽകാൻ കഴിയത്തക്ക നിലയിൽ ഹൈക്കോടതി അവസാനത്തെ കോടതിയല്ല, സെഷൻസ് കോടതിയുടെ വിധിക്കെതിരായിട്ടാണ് സുധാകരൻ ഹൈക്കോടതിയെ സമീപിച്ചത്. ഇനി സുപ്രീം കോടതിയുണ്ട്. ഈ കേസ് സംബന്ധിച്ച് കേരള ഗവൺമെൻറ്റിനോട് ഞാൻ അഭ്യർത്ഥിക്കുന്നത് സുപ്രീം കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്യണം. ഇത് സുപ്രീം കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമപരമായ നടപടികൾ ഞാനും സ്വീകരിക്കാൻ ഉദ്ദേശിക്കുകയാണ്. തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലും EP ജയരാജൻ ആരോപണം ആവർത്തിച്ചിട്ടുണ്ട്. തോക്കും പണവും തന്ന് തന്നെ കൊല്ലാൻ അയച്ചത് സുധാകരനാണെന്ന് കേസിൽ പിടിയിലായ 2 പ്രതികളും മൊഴി നൽകിയിരുന്നുവെന്നും അതനുസരിച്ച് പോലീസ് FIR ഇട്ടെങ്കിലും അന്നത്തെ കേന്ദ്രഭരണം ഉപയോഗിച്ച് കേസ് വിഭജിച്ച് രണ്ടാക്കുകയായിരുന്നുവെന്നും അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞു. 1995 ഏപ്രിൽ 12-ന് ചണ്ഡീഗഡിൽ നിന്ന് പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞു മടങ്ങുമ്പോൾ EP ജയരാജനെ കേരളത്തിലേക്ക് ട്രെയിൻ യാത്രയ്ക്കിടെ വധിക്കാൻ ശ്രമിച്ചുവെന്ന കേസിൽ സുധാകരനെ കുറ്റവിമുക്തനാക്കിയതിനോട് കുറിപ്പിലൂടെ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഹൈക്കോടതി കുറ്റവിമുക്തനാക്കിയാലും സുധാകരൻ കുറ്റവാളി അല്ലാതാകുന്നില്ല. ഈ സംഭവത്തിൽ കുറ്റകൃത്യത്തിന് ഗൂഢാലോചന നടത്തിയതും ആസൂത്രണം ചെയ്തതും പ്രതികളെ തോക്കുകൊടുത്ത് അയച്ചതുമെല്ലാം സുധാകരനാണ്. ഈ വിധിയുടെ പേരിൽ മാത്രം ഇല്ലാതാകുന്നതല്ല സുധാകരന്റെ കളങ്കം, ജയരാജൻ പറഞ്ഞു. പോലീസിനൊപ്പം അന്നത്തെ ഫോട്ടോകളും അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.